കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിൽ കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അത് സ്കൂട്ടറുകളായിക്കോട്ടെ, കാറുകളായിക്കോട്ടെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും 2025 പുതിയ ഇലക്ട്രിക് മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പ്രധാനമായും ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഹ്യുണ്ടായി എന്നിവരാണ് ഇലക്ട്രിക് കാറുകളുടെ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നത്. ടാറ്റ അടുത്ത വർഷം വിപണിയിൽ എത്തിക്കുന്നത് അപ്ഡേറ്റഡ് ഇലക്ട്രിക് കാറായ സിയാറ EV ആണ്. 2025 ജൂണിന് ശേഷം പുറത്തിറക്കാനാണ് സാധ്യത. കൂടാതെ 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ടാറ്റ സിയാറ EV അരങ്ങേറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാരുതി സുസുക്കി ഇന്ത്യയിലെ മുൻനിര കാർ വിൽപ്പന കമ്പനിയാണെങ്കിലും അവരുടെ ആദ്യ ഇലക്ട്രിക് മോഡലായ ഈ വിറ്റാര 2025 പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നത്. ഈ മോഡലും 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അവതരിപ്പിക്കും. 49 കിലോവാട്ട്, 61 കിലോവാട്ട് എന്നിങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളോടെ എത്തുന്ന ഈ വിറ്റാര ഒരു തവണ ചാർജ് ചെയ്താൽ 550 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ളതായിരിക്കും. വാഹന വിപണിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ ഇലക്ട്രിക് പതിപ്പും 2025 പുറത്തിറങ്ങും. 45 കിലോവാട്ട് ബാറ്ററി ഉപയോഗിക്കുന്ന ക്രെറ്റ EV ഏകദേശം 450 കിലോമീറ്റർ വരെ ഒറ്റത്തവണ ചാർജിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ക്രെറ്റ EVയുടെ ഔദ്യോഗിക അരങ്ങേറ്റം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 നടത്തുക. എന്തായാലും 2025 ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ വിപണിയിൽ വലിയൊരു മത്സരം തന്നെ അരങ്ങേറുമെന്നത് ഉറപ്പാണ്.